السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ വിശാലമായ കടപ്പുറത്ത് ഒരു പുതിയ പ്രബോധന പ്രവർത്തനത്തിന്റെ വിസ്ഡത്തിന്റെ പ്രഖ്യാപനവുമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആദർശ സുഹൃത്തുക്കളോടും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊപ്പം ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും അപ്പുറം നമ്മുടെ ഈ ആദർശ കുടുംബ ബന്ധത്തിന്റെ ഒരാഘോഷകരമായ വികാരം ഞാനും നിങ്ങളുമെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഈ വിസ്ഡത്തിന്റെ സമയനിഷ്ഠമായ പ്രോഗ്രാമുകൾ കടന്നുപോയപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വൈകാരികമായി ഒന്നു വിതുമ്പാത്തവർ നമ്മളിൽ ഉണ്ടാവില്ല. ഒരുപക്ഷേ ഇവിടെ ആളുകൾ വന്നു ചേർന്ന് ഈ നിറഞ്ഞ സന്തോഷം, ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ആഹ്ലാദം കൊണ്ട് വിതുമ്പിയവരുണ്ടാവാം. അതുമല്ലെങ്കിൽ ഇന്ന് മഗ്‌രിബിക്ക് നാം വിശാലമായ ഈ മൈതാനത്ത് ഇത്രയും വലിയ ജനസാഗരങ്ങൾ ഒന്നിച്ചു ചേർന്ന് അള്ളാഹുവിന്റെ ദിവ്യ സൂക്തങ്ങളെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കേട്ടപ്പോൾ ആ ആയത്തുകളുടെ സ്വാധീനങ്ങളെ കൊണ്ടെങ്കിലും ഒന്ന് കണ്ണു നനഞ്ഞു പോയിട്ടുണ്ടാകാം. ഇത്തരം വൈകാരികവും ഭക്തി നിർഭരവും ആഹ്ലാദകരവുമായ ഒരു സന്ദർഭം അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ നാം സ്തുതിക്കുക. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ച് നാം ഒരു പുനർവിചിന്തനം, ഒരു ഗൗരവപരമായ ആലോചന എപ്പോഴെല്ലാം നമുക്ക് നടത്താൻ അവസരം കിട്ടിയിട്ടുണ്ടോ ആ ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ബഹളമയമായ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഒരു വൈകുന്നേരത്തിന്റെ ശാന്തതയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഏതാനും നിമിഷം സ്വയം ഒന്ന് വിലയിരുത്തുവാനാണ് ഈ വാക്കുകളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളിലുണ്ട്. ഒരു ബൈക്കോ ഒരു കാറോ വീട്ടിലില്ലാത്തവർ നമ്മുടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചുരുക്കം ആളുകളായിരിക്കും. രാവിലെ വന്ന് തന്റെ ആവശ്യത്തിന് ധൃതി പിടിച്ച് ചാവിയെടുത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും നാം ആ വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ തിരക്ക് പിടിച്ചൊരു യാത്രക്കിടയിൽ വാഹനത്തിന് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ, റേഡിയേറ്ററിൽ നിന്നും പുക ഉയരുമ്പോൾ, ടയറ് മറ്റൊന്ന് നമ്മുടെ കയ്യിലില്ലാത്ത രൂപത്തിൽ വഴിയിൽ നിൽക്കേണ്ടി വരുമ്പോൾ, മറ്റൊരു വാഹനം സംഘടിപ്പിച്ച് യാത്ര ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരല്പസമയം നാം ആലോചിക്കും, കഴിഞ്ഞ ദിനരാത്രങ്ങളിലെല്ലാം സുഗമമായ യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയ ഈ വാഹനത്തിന്റെ ടയറിനെ കുറിച്ചും അതിന്റെ റേഡിയേറ്ററിനെ കുറിച്ചും അതിൽ തീർന്നുപോയ എണ്ണയെക്കുറിച്ചും അതിന്റെ പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങളെക്കുറിച്ചും അതിന്റെ ബൾബിനെക്കുറിച്ചും ബാറ്ററിയെക്കുറിച്ചും എല്ലാം വഴിയോരങ്ങളിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് ആ വാഹനത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരാൾ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സുഗമമായ നമ്മുടെ ജീവിതത്തിനിടയിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ സുഗമമായ യാത്രക്ക് ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുമ്പോൾ, നാം എന്നും തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ, നാം ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ തടസ്സപ്പെടുത്തപ്പെടുമ്പോൾ, രാത്രിയിൽ എല്ലാവരും ശാന്തമായി ഉറങ്ങുമ്പോൾ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ, അതുമല്ലെങ്കിൽ എന്നും സന്തോഷത്തോടെ കയറിച്ചെന്ന കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ നാം ഒരുപക്ഷെ ശാന്തമായി താടിക്ക് കൈകൊടുത്ത് ആലോചിക്കുന്നുണ്ടാകാം ഈ ജീവിതത്തെക്കുറിച്ച്.
ഈ ജീവിതം ചെന്ന് അവസാനിക്കുന്ന ഒന്നിനെക്കുറിച്ച്, ഈ ജീവിതത്തിന്റെ പ്രയാണങ്ങളിൽ നേടേണ്ടതിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആലോചിച്ചാൽ ഒരു പരിഹാരം മുന്നിൽ വരാനോ ആ പരിഹാരത്തിലൂടെ ജീവിതത്തെ രണ്ടാമതൊരു മാറ്റത്തിന് വഴിയൊരുക്കാനോ പറ്റാത്തൊരു ഘട്ടത്തിലാണ് മലർന്നു കിടന്ന് ആലോചിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഒരു രോഗം നമ്മുടെ വഴി തടസ്സപ്പെടുത്തും മുമ്പ്, ഒരു കുടുംബ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തും മുമ്പ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പുനരവലോകനം നടത്തിക്കൂടാ? നാം ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ട്? ഈ ജീവിതം മരണത്തിനപ്പുറത്തേക്ക് എത്തുമെന്ന് സുഹൃത്തുക്കളെ വിശ്വസിച്ചതാണല്ലോ ഇവിടെ നമ്മളെ എത്തിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ മരണാനന്തരത്തിലുള്ള ഒരു സുഖജീവിതത്തെയും ദുഃഖജീവിതത്തെയും ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ബസ്സിൽ കയറി എത്താൻ നമുക്ക് പറ്റിയത്. എന്നാൽ വിശ്വത്തിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ ഈ സത്യത്തെ നിരാകരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ ലക്ഷ്യത്തെ അംഗീകരിക്കാത്തവരെ കുറിച്ച്. നാം ആലോചിക്കുക സഹോദരങ്ങളെ, ഈ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലെന്ന് ചിന്തിക്കുന്നവൻ എത്തിച്ചേരുന്ന പ്രതിസന്ധിയും നഷ്ടവും എത്ര വലുതായിരിക്കും. വഖാലൂ മാ ഹാദിഹി മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ. അവർ പറയും മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ, ഇഹലോക ജീവിതം അതെന്ന് പറഞ്ഞാൽ എന്തോ സഹോദരങ്ങളെ, അത് ഇവിടെ തീരും, ഇതിനപ്പുറത്തേക്കൊരു ജീവിതം ഇല്ല എന്നാണ്. നമ്മളിവിടെ ജീവിക്കുന്നു മരിക്കുന്നു അത്രേ ഉള്ളൂ എന്നാണ്. അതുമാത്രം ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ ഭാവി എത്രമാത്രം ഇരുളടഞ്ഞതാണ് സുഹൃത്തുക്കളെ. എന്നാൽ ഈ ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധത്തോടെ ജീവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. നമ്മളോട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ രണ്ട് കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. ആ രണ്ടു കാര്യം വളരെ ഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധി വന്ന് ജീവിതം മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ അതിനെക്കുറിച്ച് ഉൾക്കൊള്ളുന്നതായിരിക്കാം. വിശുദ്ധ ഖുർആൻ ജീവിതത്തെ വളരെ മനോഹരമായ ഉപമയുടെ നമുക്ക് പറഞ്ഞു തന്നത് മനസ്സിലാകാൻ തന്നെയാണ് സഹോദരങ്ങളെ. ഉപമയും ഉദാഹരണവും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിൽ ശരിക്കും ഒരു ചിത്രം കാണുന്ന പോലെ കാണിച്ചു തരികയാണ് വിശുദ്ധ ഖുർആൻ. ഒന്നാമത് ഖുർആൻ പറഞ്ഞ ആശയം, ഈ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ സഹോദരങ്ങളെ, ഈ ജീവിതം പൂർണ്ണമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരു പൂർണ്ണമായ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് നമ്മൾ. ഇവിടെയുള്ള അനുഭവങ്ങൾ ശാശ്വതമായ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുന്നതിനിടയ്ക്കുള്ള ചില വഴിയിലെ അനുഭവങ്ങൾ മാത്രമാണ്. ഒരു യാത്രക്ക് നമ്മൾ പുറപ്പെട്ടു പോകുമ്പോൾ ആ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, യാത്രക്ക് പല ആസ്വാദനങ്ങളുമുണ്ട്. ഒരു യാത്രക്കിറങ്ങുമ്പോൾ ആ ആസ്വാദനം നമ്മുടെ മനസ്സിൽ വരും. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം, ആ വാഹനത്തിൽ ഒരു സുഖയാത്ര നടത്താം, പല പ്രദേശങ്ങളും കാണാം, പല കാഴ്ചകളും കാണാം. പക്ഷെ അതൊന്നും നമ്മുടെ യാത്രയുടെ പരമപ്രധാനമായ ലക്ഷ്യമല്ല. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വാഹനമില്ലെങ്കിലും നടന്നു പോയാലും നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ പ്രധാനം. പക്ഷേ വഴിയോരത്ത് ലഭിക്കുന്ന നല്ലൊരു ഭക്ഷണം ആസ്വദിക്കാതിരിക്കേണ്ടതില്ല. യാത്രയിൽ സൈഡിലൊരു സീറ്റ് കിട്ടിയാൽ മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയിലൂടെ നമ്മുടെ കാറ് യാത്ര പോകുമ്പോൾ അതിന്റെ ചുറ്റുപാടും കാണുന്നത് ആസ്വദിക്കേണ്ടെന്നില്ല. പക്ഷേ ആ ആസ്വാദനങ്ങളിൽ മുഴുകി നാം യാത്ര ചെയ്യുന്ന ലക്ഷ്യത്തെ, ജീവിതം ചെന്ന് അവസാനിക്കുന്ന ഖബറിനെ കുറിച്ചോ അല്ലെങ്കിൽ കല്ലുകൾ കത്തുന്ന നരകത്തെക്കുറിച്ചോ, ഒരിക്കലും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാലകളടങ്ങാത്ത നരകത്തെക്കുറിച്ചോ വഴിയോരത്തെ അനുഭവങ്ങളിൽ മറന്നുപോയാൽ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കുമെന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد. നിങ്ങൾ മനസ്സിലാക്കണം, യഅ്ലമൂ, നിങ്ങൾ ചിന്തിച്ച് ഉൾക്കൊണ്ട് ബോധ്യതയോടെ ഗൗരവത്തോടെ ഉൾക്കൊണ്ടേ പറ്റൂന്നാണ്. ഇഹലോക ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു കളിയും തമാശയും വിനോദവുമാണ്. സഹോദരങ്ങളെ, പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നാം താമസിക്കുന്ന വീട് നൽകുന്ന സന്തോഷങ്ങൾ, നമ്മുടെ ഇണകൾ നൽകുന്ന സന്തോഷങ്ങൾ, നമ്മുടെ വാഹനങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും നമുക്ക് നൽകുന്ന സന്തോഷങ്ങൾ യഥാർത്ഥ ജീവിതത്തിന് മുമ്പുള്ള കളിയും തമാശകളും മാത്രമാണ്. ഇതിനപ്പുറത്ത് എല്ലാം നഷ്ടപ്പെട്ട് ശാശ്വതമായ ഒരു നരകം കാത്തുകിടക്കുന്നുണ്ടെന്ന കാര്യം മറന്നുപോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കുന്നുകൂടെ ഒന്നുകൂടെ വ്യക്തമായി പറയുന്നു ഞാൻ മുഖബരിയിൽ ഓതിയ ആയത്തിൽ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബും വലഹു
വലദ്ദാറുൽ ആഖിറത്തി ഖൈറുൻ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ വമൽ ഹയാത്തുദ് ദുനിയാ. ഇഹലോക ജീവിതം എന്നത് ഇല്ലാ ലഅബും വലഹു, കളിയും തമാശയുമല്ലാതെ മറ്റൊന്നുമല്ല. വലദ്ദാറുൽ ആഖിറ, പരലോക ജീവിതം, ഖൈറുൻ ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായത് ആ പരലോകമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശാശ്വതമായ ഒരു ലക്ഷ്യത്തിലേക്കും പരലോകത്തേക്കുമുള്ള യാത്രക്കിടയിൽ നമ്മുടെ ജീവിതത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഇതാണു ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിട്ടുപോകുന്നതിന് നമ്മൾ മറക്കണം, നമ്മൾ ഓർമ്മിക്കണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു കച്ചവടക്കാരനായ ഒരു സുഹൃത്ത്, നമ്മുടെ കൂട്ടത്തിലൊരു സുഹൃത്ത്, കൃത്യമായി ബാങ്ക് കൊടുക്കുന്ന ഒരു പള്ളിയും നമസ്കാരത്തിലുള്ള സൗകര്യം അയാൾക്ക് ഉണ്ടായിട്ട് അയാൾ ആ കൃത്യതയോടുകൂടെ 5 നേരം നിസ്കരിക്കുന്നതിന് ആ കച്ചവടം അയാൾക്ക് തടസ്സമാണെങ്കിൽ സഹോദരങ്ങളെ, അയാളുടെ സമ്പാദ്യം നിഷിദ്ധമാണ്, ഹറാമാണെന്ന പണ്ഡിതന്മാർ വേണം. നമ്മൾ അത്ര ഗൗരവത്തോടെ ഈ കാര്യത്തെ കണ്ടോന്ന് എനിക്കറിയില്ല. അതായത് നമസ്കാരത്തിന് തടസ്സപ്പെടുമാറ് ഒരാൾ കച്ചവടം ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ ഇഹലോക ജീവിതം പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എത്രയെല്ലാം സാഹചര്യങ്ങളിൽ ഭൗതികമായ ജീവിതത്തിന്റെ എന്തെല്ലാം താല്പര്യങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് ഞാനും നിങ്ങളും ഈ സത്യത്തിൽ എത്തിച്ചേർന്നത് നിങ്ങൾ ആലോചിക്കണം. എനിക്കറിയാം, 18 ഏക്കർ സ്ഥലം വാപ്പ നേരത്തെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സ്വത്ത് മുജാഹിദായപ്പോൾ തൗഹീദ് അംഗീകരിച്ചപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വാപ്പയുടെ കൂടെ ചെന്ന് തിരിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടി വന്ന ഒരു സഹോദരനെ എനിക്ക് നേരിൽ പരിചയമുള്ളതാണ്. സഹോദരങ്ങളെ, ഭൗതിക ജീവിതത്തിന്റെ ഒരു താല്പര്യങ്ങളും തന്റെ മതപരമായ ലക്ഷ്യത്തിനും ആദർശത്തിനും തടസ്സം നിൽക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ജീവിതത്തെ പരിചയപ്പെടുത്തിയ അള്ളാഹു പറയുന്നത്. ഭൗതിക ജീവിതത്തിനെ ഉദാഹരിക്കുമ്പോൾ അള്ളാഹു രണ്ടാമത് പറയുന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. എന്താ അറിയോ, ജീവിതത്തിന്റെ ഒരു സഹോദരങ്ങളിൽ ഒരു മനോഹാരിതയുണ്ട്. ആ മനോഹാരിതയും ആ ആഹ്ലാദവും കാണുമ്പോൾ അതിൽ മയങ്ങിപ്പോകാത്തവരാരുമില്ല. അതേതുപോലെ എന്നറിയുമോ സഹോദരങ്ങളെ, ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇടതൂർന്ന സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും അതേപോലെ തന്നെ മരങ്ങളും ഇടതൂർന്നു വരുമ്പോൾ എന്തൊരു മനോഹാരിതയായിരിക്കുന്നു ഭൂമി, എന്തൊരു മനോഹരമാണ് ഭൂമിയെ കാണാൻ. എന്നാൽ സഹോദരങ്ങളെ, ആ മനോഹാരിത കാണുന്നവൻ വിചാരിക്കും ഇതിവിടെ ഉണ്ടാകുമെന്ന്. നല്ലൊരു വേനൽ വന്ന് അതല്ലെങ്കിൽ നല്ലൊരു ദുരന്തം വരുമ്പോൾ അത് മുഴുവൻ നശിച്ച് ഇന്നലെ അങ്ങനെ ഒന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് പോലെ അതാണ് ജീവിതത്തിന് അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഉപമ. സഹോദരങ്ങളെ, ചിന്തിക്കാൻ മാത്രമുണ്ടത്. ജീവിതത്തിൽ നല്ല ആരോഗ്യവും നല്ല സമ്പത്തും നല്ല ജീവിത ചുറ്റുപാടുകളും ഉണ്ടാകുമ്പോൾ അതിന്റെ ആഹ്ലാദത്തിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ മറന്നുപോകും ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നെത്തുന്നു. അതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. ഇന്നമാ മതലുൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ. ഇഹലോക ജീവിതത്തിന്റെ ഉപമ ആകാശത്ത് നിന്ന് പെയ്യുന്ന ഒരു മഴ പോലെ. ഫഖ്തലത ബിഹി നബാതുൽ അർള് മിമ്മാ യകുലുൻ നാസു വൽ അൻആം. മൃഗങ്ങളും മനുഷ്യർക്കും ഭക്ഷിക്കത്തക്ക വിധത്തിൽ അതിൽ സസ്യങ്ങൾ ഇടതൂർന്നു വളർന്നു ആകാശത്ത് മഴ പെയ്തപ്പോൾ. ഹത്താ ഇദാ അഖലത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത് വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂൻ. അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരങ്ങളെ സ്വീകരിച്ചു, ചമയങ്ങളെ സ്വീകരിച്ചു. ആ മഴയിൽ മുളച്ചുന്ന സസ്യങ്ങൾ മനോഹരമായി നിലകൊണ്ടു. ഭൂമി എന്തൊരു മനോഹരമാണ് ആ സന്ദർഭത്തിൽ കാണാൻ. സുഹൃത്തുക്കളെ, തൊട്ടടുത്ത് നോക്കൂ നിങ്ങൾ. അത് കാണുന്ന ആളുകൾ വിചാരിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കാമെന്ന്, ഇതൊക്കെ ഞങ്ങൾക്ക് ആസ്വദിക്കാമെന്ന്. അങ്ങനെ മഴയത്ത് നിറഞ്ഞു നിൽക്കുന്ന അലങ്കാരങ്ങളെ ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ എന്തു സംഭവിച്ചു? പകലിലോ രാത്രിയിലോ അതാ നമ്മുടെ ശിക്ഷ വന്നു, നമ്മുടെ കൽപ്പന വന്നു. എന്നിട്ട് എന്തു സംഭവിച്ചു? അതിനെ നാം കൊയ്തെടുത്തതുപോലെയാക്കി. ഇന്നലെ അങ്ങനെ ഒന്ന് ഇല്ലാത്ത പോലെയാക്കി എന്നാണ്. സഹോദരങ്ങളെ, എല്ലാ പണിയും തീർന്ന് വീട് ഹൗസ് വാമിംഗ് നടത്തുന്ന സമയത്ത് ആ മുറ്റത്ത് വെച്ചാണ് ഒരാൾ മരിച്ചത്. ആ മുറ്റത്ത് വെച്ച് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന ഭവനം കുടിയിരിക്കാൻ വേണ്ടി പണിക്കാരെ കൊണ്ട് ധൃതി പിടിച്ച് പണിപ്പിക്കുന്ന മുറ്റത്ത് വെച്ചാണ് മരണം. ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ തിരിച്ചു വിളിക്കും നമ്മെ. അത് മറന്നുപോണ്ടാണ്. നമ്മുടെ ഭൗതിക ജീവിത സൗകര്യങ്ങൾ, മനോഹരമായ മോഹങ്ങൾ നമ്മുടെ മുമ്പിൽ കെട്ടി
അത് സുന്ദര സൗധങ്ങളായി നിലനിൽക്കുമ്പോൾ അതിലേക്ക് മോഹത്തോടെ നോക്കി അനുഭവിക്കാൻ നിൽക്കുന്ന നിമിഷത്തിൽ കണ്ണടച്ച് കബറിലേക്ക് ഇറങ്ങിക്കിടക്കേണ്ടി വരും എന്നാണ് സഹോദരങ്ങളെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ഈ ധാരണ നമ്മുടെ മനസ്സിൽ ഭൗതിക ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ഉണ്ടാകണം. സഹോദരങ്ങളെ, എന്തു ചെയ്യണം? ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കിട്ടിയാൽ എന്തുണ്ടാകാരും? ഇന്ന് വരെ ജീവിച്ചത് ലാഭാണ്. നാളത്തെ ഒരു ദിവസം തിങ്കളാഴ്ച പടച്ചോൻ എനിക്കും നിങ്ങൾക്കും തരികയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും പണവും മാക്സിമം നാളത്തെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കൂടെ ഞാൻ അനുബന്ധമായി സൂചിപ്പിക്കട്ടെ. സുഹൃത്തുക്കൾ, അത് നമ്മുടെ കുടുംബമാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏറ്റവും അധികം പണം ചെലവഴിച്ചത് കുടുംബത്തിന് വേണ്ടിയാണ്. ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് കുടുംബത്തിന് വേണ്ടിയാണ്. 20 കൊല്ലവും 30 കൊല്ലവും 40 കൊല്ലവും ഭാര്യയെയും മക്കളെയും വിട്ട് വർഷങ്ങളോളം സമയം നഷ്ടപ്പെടുത്തിയത് മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. ഏറ്റവും അധികം സമയം നാം ഒന്നിച്ചുള്ളത് നമ്മുടെ ഭാര്യയോടൊപ്പവും ഭർത്താവിനോടൊപ്പവുമാണ്. സഹോദരങ്ങളെ, ആ ജീവിതം കൊണ്ട് പരലോകത്ത് പ്രതിഫലം ഉണ്ടാക്കാൻ പറ്റിയാൽ അതിനേക്കാളും കനപ്പെട്ട ഒന്ന് കെട്ടിപ്പൊതിഞ്ഞു മരിക്കുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാനില്ല സഹോദരങ്ങളെ. പക്ഷെ കുടുംബത്തെ മറന്നു പലരും. ഇന്ന് വിശ്രമത്തിന് വേണ്ടി വിളിച്ചപ്പോൾ എന്ത് വിശ്രമെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത, ബസ്സിൽ കയറാൻ പറയുമ്പോൾ അപരിതമായി മുഖത്തൊക്കെ നോക്കുന്ന ഭാര്യമാരുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്? മക്കളുണ്ടോ നിങ്ങൾക്ക്? വീട്ടിലൊരു പ്രബോധകൻ കയറി വരുമ്പോൾ അയാളെ കാണുമ്പോൾ ഒരു വിരൂപമായി തോന്നുന്ന രൂപത്തിൽ ആണോ നമ്മുടെ മക്കളുടെ അവസ്ഥ? സഹോദരങ്ങൾ, നാം തിരിച്ചു ചിന്തിക്കണം. നഷ്ടപ്പെട്ടു പോകും ഈ ജീവിതം. നമ്മുടെ മക്കൾ നമുക്ക് പ്രയോജനപ്പെടൽ എപ്പോഴാ സഹോദരങ്ങളെ? അവൻ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അവൻ കലക്ടർ ആവട്ടെ, രാജ്യത്തിന്റെ ഭരണാധികാരി ആവട്ടെ, സുഹൃത്തുക്കളെ, അവന്റെ മനസ്സിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ, ദീനുണ്ടെങ്കിൽ അവന്റെ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. കാരണം അവൻ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ ചിന്തിക്കാത്ത ഡോക്ടറായ മകന് കോടികൾ കയ്യിൽ വന്നാലും സഹോദരങ്ങളെ, അവന് മനോഹരമായ കൊട്ടാരങ്ങളും വീടുകളും കാറുകളും ഉണ്ടാവുമെന്നല്ലാതെ നമുക്ക് എന്താ കിട്ടുക? നേരെ മറിച്ച് അവിടെയൊക്കെ ഒരു നന്മ ചെയ്യാനുള്ള ഒരു വിചാരം, ഒരു രോഗിയെ നോക്കിക്കഴിയുമ്പോൾ തൽക്കാലം അയാളെ ഒന്നും വാങ്ങണ്ടെന്ന് ചിന്തിക്കാൻ അവന് പറ്റുന്നൊരു ബോധം വാപ്പയായ നമുക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ സഹോദരങ്ങളെ, ആ ബോധം കൊടുത്തതിന് അവിടെ നിന്ന് ആ രോഗി സമാധാനത്തോടെ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു പ്രതിഫലം എനിക്കും നിങ്ങൾക്കും ലഭിക്കും സഹോദരങ്ങളെ. അവൻ വർഷത്തിൽ 4 പ്രാവശ്യം ഉംറയ്ക്ക് പോകുമ്പോൾ അവിടെ വെച്ചൊരു പ്രാർത്ഥനയിൽ, ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയിൽ നമ്മളുണ്ടാകും, കൂടെ ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മാസം 40,000 50,000 ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്നവർ കൂടെ ഒന്ന് ചിന്തിക്കുക. അവർക്ക് ചെറിയൊരു ബോധം മതത്തെക്കുറിച്ച് കൊടുക്കാൻ. സഹോദരങ്ങളെ, തോറ്റു പോകുമില്ലെങ്കിൽ നിങ്ങൾ മക്കളെടുക്കൽ. ഒരു മനുഷ്യൻ പരാജയപ്പെടുന്ന മക്കളെ മുമ്പിലാന്ന് നമ്മൾ പറയാം. കാരണം മക്കൾ വാശി പിടിച്ചാൽ തോറ്റുപോകും. രാജ്യത്തിന്റെ സൈന്യാധിപനും ലോകത്തിന്റെ ഭരണാധികാരിയും സ്വന്തം മകന്റെ മുമ്പിൽ നിസ്സഹായനാകും. അതുകൊണ്ട് ഒരു മതപരമായ ബോധം മക്കൾക്ക് ഉണ്ടാകുമ്പോൾ എന്തൊരാഹ്ലാദ സഹോദരങ്ങളെ. ഈ കൂട്ടങ്ങളിലും ഈ പ്രബോധന രംഗത്തും നമ്മുടെ ഒരു മകൻ അറബി ഭാഷ അറിയുന്ന, ദീനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു മകൻ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവൻ ആ കൃത്യം നിർവഹിക്കുമ്പോൾ അത് കാണുന്നതിനേക്കാളും മനോഹരമായ ഒരു കാഴ്ച ഈ ലോകത്ത് എന്താണ് കാണാനുള്ളത് സഹോദരങ്ങളെ? അവനെ വീട്ടിൽ ആളുകൾ ഫോൺ വിളിച്ച് ദീനീ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആയത്തും ഹദീസും പ്രമാണവും പറഞ്ഞ് അവൻ ഉദ്ധരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ നന്മകളെ കാണുമ്പോൾ അതിനേക്കാളും ആനന്ദം ഒന്നും വേണ്ട സഹോദരങ്ങളെ. മനോഹരമായ ശബ്ദത്തിൽ നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ മിഹ്റാബിൽ അവൻ ഇമാമത്ത് നിൽക്കുമ്പോൾ ജീവിതം സഫലമായതുപോലെ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഭാര്യ ഭർത്തൃ ദാമ്പത്യ ജീവിതത്തിലും. ഞാൻ പറഞ്ഞത് അത് മനോഹരമായും ഇസ്ലാമികമായും മുന്നോട്ട് പോയാൽ പ്രതിഫലത്തിന്റെ കൂമ്പാരങ്ങളെ പരലോകത്ത് കിട്ടുക. അല്ലെങ്കിലോ സഹോദരങ്ങളെ, റിക്കാർഡിൽ ഏറ്റവും അധികം പാപം നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പിണക്കങ്ങളായിരിക്കും. ഏത് സന്ദർഭത്തിലും ബഹളം വെച്ച്, ഏത് സമയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കോപിച്ച്, ദേഷ്യപ്പെട്ട്, അടിച്ച്, രാത്രിയും പകലുമില്ലാത്ത കലാപങ്ങളും വഴക്കുകളുമായി പോകുമ്പോൾ എന്തുണ്ടാവും സഹോദരങ്ങളെ? ഏറ്റവും അധികം അനുസരണം കാണിക്കേണ്ട ഭാര്യ അനുസരണക്കേടിലൂടെ പാപത്തിന്റെ ഭണ്ഡാരങ്ങളാണ് നാളെ പരലോകത്തേക്ക് നീട്ടിവെക്കുന്നത്. സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് വാങ്ങിയ ഭർത്താവ് അമാനത്തിന്റെ ഏറ്റവും വലിയ ലംഘനമാണ് തന്റെ ഭാര്യയെ ഉപദ്രവിക്കുമ്പോൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നല്ല മനസ്സോടുകൂടെ, നല്ല ബന്ധത്തോടുകൂടെ ഇസ്ലാമികമായ ഖിയാറുക്കും നിസായിക്കും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ആ ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ ആദർശപരമായ ആ കുടുംബ ബന്ധമായിരിക്കാം പരലോകത്തെ ഏറ്റവും നമുക്ക് വില കൂടുന്നത്. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ സ്വർഗ്ഗം കിട്ടും,
അവന് സ്വർഗം കിട്ടട്ടെ എന്ന് പറയപ്പോൾ, അല്ലെങ്കിൽ അവന് സ്വർഗം നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു ആമീൻ പറഞ്ഞ 3 വിഷയങ്ങൾ. ഒന്ന്, സഹോദരങ്ങളെ, വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ കിട്ടിയിട്ടും സ്വർഗം നേടാൻ പറ്റാത്ത ആളുകളാണ്. ഒരുപക്ഷെ നമുക്ക് പറയാം, ഇന്നത്തെ ആധുനിക ജീവിതത്തിലാണ് ഏറ്റവും അധികം മാതാപിതാക്കൾ പീഡിപ്പിക്കപ്പെടുന്നതെന്നാണ്. കാരണം ഇന്നലെ ഞാൻ പരിചയപ്പെട്ട ഒരു കുടുംബത്തെ എനിക്ക് അറിയാൻ പറ്റും. സഹോദരങ്ങൾ, അന്യ ഒരു മതസ്ഥന്റെ കൂടെയാണ് ഒരു പെൺകുട്ടി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും തന്റെ മതത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. ആ പിതാവ് തേങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു പിതാവ് കരയണമെങ്കിൽ അതിന് മാത്രം മാനസിക പീഡനം അയാൾക്ക് വരണ്ടേ? ഉഖൂഖുൽ വാലിദൈൻ, സഹോദരങ്ങളെ, മക്കളിൽ നിന്ന്, അനുസരണയില്ലാത്ത മക്കളിൽ നിന്ന്, അധാർമികമായി ജീവിക്കുന്നവരിൽ നിന്നും പലതരത്തിലുള്ള പീഡനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ എല്ലാ സംവിധാനങ്ങളും സഹോദരങ്ങളെ നമ്മുടെ ഈ പ്രബോധന പ്രവർത്തനത്തിലുണ്ട്. വിസ്ഡമും നമ്മൾ ഇതുവരെ നടത്തിയ പ്രബോധനങ്ങളും എല്ലാം നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും സ്ത്രീകളെയും എല്ലാവർക്കും ഇസ്ലാമികമായ അറിവ് പകരുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ, ഇതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇസ്ലാമികമായൊരു ജീവൻ നയിക്കുവാനും ഈ ഭൗതിക ജീവിതത്തിനപ്പുറം പാരത്രിക ജീവിതത്തിൽ വിജയം വരിക്കുവാനും ഇഹലോകവും പരലോകവും സമാധാനമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ സാധിക്കുന്ന സത്യവിശ്വാസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഈ സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം സാമ്പത്തികമായും ശാരീരികമായും നമ്മുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അതുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഈ കാര്യം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ സ്വതക്കകളെ അല്ലാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളെന്നും സ്വീകരിക്കുമാറാവട്ടെ.